വന്നിട്ടുള്ള ആ ഒരു സ്നോഡ് ഇവന്റ് ഉണ്ടല്ലോ, അതിന്റെ പേരൊക്കെ പ്രൊണൗൺസിയേഷൻ ചെയ്യാൻ ഭയങ്കര കോമഡിയാണ്. ഞാൻ പറഞ്ഞ കോമഡി ആയിപ്പോവും. അതിന്റെ പേര് ഐസ്മിയർ ഫോണ്ടിയർ അങ്ങനെ കണ്ടാണ്. അത് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല പ്രൊണൗൺസിയേഷൻ. എനിവേ നമുക്ക് മഞ്ഞിന്റെ ഇവന്റ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇതിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എല്ലാം. അപ്പോൾ ഇതിനകത്ത് 2 വെപ്പൺസ് വന്നിട്ടുണ്ട്, പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സംഭവങ്ങൾ, പുതിയ വെഹിക്കിൾസ്, ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡ്രാഗനെ ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പം വിശദമായിട്ട് ഫുൾ വീഡിയോസ് കാണുക. മെയിൻ ആയിട്ട് 2 ലൊക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ചെറിയൊരു ഇവന്റ് ലൊക്കേഷനും പിന്നെ മെയിൻ ഇവന്റ് ലൊക്കേഷൻസും ആണ് ഉള്ളത്. അതല്ലാതെ അവിടെ എവിടെയെങ്കിലും കുറച്ച് വേറെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറയാം. നോക്കിയപ്പോൾ ആദ്യം മെയിൻ ഇവന്റിൽ പോയി ഇറങ്ങിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ മെയിൻ ഇവന്റ് ഫ്രോസ്റ്റ് തീം എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാം. ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ പുതിയ വെഹിക്കിൾസ് ഉണ്ടല്ലോ, അതായത് മാമത്ത്, സൈബർ ടൂത്ത്. നമുക്ക് ആനയെന്നും പുലിയെന്നും വിളിക്കാം. അപ്പൊ സൈബർ ടൂത്ത് അത് രണ്ടും അടുത്തടുത്താണ് നിൽക്കുന്നത്. ഇവിടെ ആന നിപ്പുണ്ട്, അപ്പുറത്ത് ഇവിടെ പുലി സൈബർ ടൂത്ത് നിപ്പുണ്ട്. രണ്ടും അടുത്തടുത്താണ് ഇവിടെ. അപ്പം ഇതിന്റെ അടുത്തേക്ക് നമുക്ക് വരാം. ആനയും പുലിയും, അതായത് നമ്മുടെ സൈബർ ടൂത്തും മാമത്തിന്റെ അടുത്ത് നമുക്ക് വരാം. ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ പുതിയതായിട്ട് 2 വെപ്പൺ കിട്ടും, ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുന്തം. ഇതിന് കറക്റ്റ് പറയുന്ന പേരെന്ന് പറയുന്നത് ഫ്രോസ്റ്റ് സോൾ സ്പിയർ അങ്ങനെ കണ്ടാണ് ഇതിന്റെ പറയുന്ന പേര്. അപ്പം ഇതിന്റെ പവർ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അല്ലാതെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, അപ്പൊ അതിലേക്ക് നമുക്ക് എത്താം. അപ്പം ഇതല്ലാതെ വേറൊരു ടൂളും കൂടെ ഉണ്ട്. ഒരു നമ്മുടെ തോറിന്റെ ഒക്കെ ചുറ്റിയിലാണ് ഒരു ഹാമറും കൂടെ ഉണ്ട്. അതും കൂടെ ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ തപ്പിയെടുക്കട്ടെ. എന്നിട്ട് കിട്ടിപ്പോയി. അപ്പൊ ഇതിന്റെ പേര് ഫ്രോസ്റ്റ് സോൾ വാർ ഹാമർ എന്നാണ് ആ ഒരു സംഭവത്തിന്റെ പേര്, ആ ചുറ്റിയലിന്റെ സംഭവത്തിന്റെ പേര്. അപ്പോൾ ഇനി ഇതിന്റെ രണ്ടിനും പവർ എന്താണെന്ന് കാണിച്ചു തരാം. ഈ ചുറ്റിയലിനും ഇതിനും പ്രത്യേകതയുണ്ട്. ഈ കുന്തം പോലത്തെ സംഭവം ഉണ്ടല്ലോ, സ്പിയർ, നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ ചുറ്റിക്ക് ഒന്നേ എടുക്കാൻ പറ്റൂ. ഇതിന്റെ പവർ നമ്മൾ ജസ്റ്റ് അറ്റാക്ക് ബട്ടൺ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു റേഞ്ച് കാണിക്കും. അങ്ങോട്ടേക്ക് ഇതുപോലെ ത്രോ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്തെത്തും. ചുറ്റും നമുക്കൊരു കവറും വരും. ഈ കവർ അത്ര വലിയ സംഭവമൊന്നുമല്ല, വെടിവെച്ച പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും. പക്ഷെ ഒരു ടെമ്പററി കവറായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. എനിമിക്ക് ഡാമേജ് ഒന്നും ഏൽക്കത്തില്ല കേട്ടോ, നമ്മൾ ഇത് എനിമിയുടെ ദേഹത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇനി ചുറ്റികയുണ്ട്. ഇത് വെച്ച് എനിമി അടിച്ചു കഴിഞ്ഞാൽ ഡാമേജ് വരും, ലൈക്ക് മെലി വെപ്പൺ വെച്ച് യൂസ് ചെയ്യുന്ന കണക്ക്. അല്ലാതെ ഇതിനൊരു സ്പെഷ്യൽ ബട്ടൺ ഉണ്ട്, അതിന് ഞെക്കി പിടിച്ചതാ ഇത് ചാർജ് ആയിട്ട് നമുക്കിങ്ങനെ പൊക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് നല്ലൊരു കവർ കിട്ടും, അത്യാവശ്യം ഹൈറ്റുള്ള കവറാണ്. വെടിവെച്ചാൽ പെട്ടെന്ന് പൊട്ടത്തില്ല. ഞാൻ ഫയർ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, പെട്ടെന്ന് അങ്ങനെ പൊട്ടത്തില്ല. കുറച്ച് ബുള്ളറ്റ് കയറണം. പിന്നെ ഇതിന്റെ മുകളിൽ കയറി നിൽക്കാനും പറ്റും. കണ്ടോ, ഇതേപോലെ കയറിയൊക്കെ നിന്ന് ആ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് യൂസ് ചെയ്തും ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള 2 വെപ്പൺസ്. ഇതല്ലാതെ ഇവന്റിലല്ലാതെ സ്പെഷ്യലായിട്ട് വേറൊരു വെപ്പൺ വന്നിട്ടുണ്ട്. അതായത് സ്മോക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്മോക്ക് ത്രോവർ അല്ലെങ്കിൽ സ്മോക്ക് ഗൺ എന്നൊക്കെ നമുക്ക് പറയാം. അത് ഇവന്റിലല്ല, പെർമനന്റ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്തത്. വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇനി പറഞ്ഞിട്ട് കാണിച്ചു തന്നില്ലെന്ന് വേണ്ടല്ലോ, കാണിച്ചു തരാം. ഇതാണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്റ്റലിന്റെ സ്ലോട്ടിലാണ് ഇതിരിക്കുന്നത് കേട്ടോ, ഈ ഒരു ഗൺ. അതുകൊണ്ട് നമുക്ക് സ്പേസ് ഒന്നും പോകത്തില്ല. ഇനി നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ, അതായത് നമ്മുടെ ഈ ഒരു മെയിൻ ഇവന്റ് ലൊക്കേഷനിൽ വേറൊരു സംഭവം ഉണ്ട്. ഇവിടെ നമുക്കൊരു ക്രേറ്റ് കിട്ടും. സാധാരണ എല്ലാ ഇവന്റിലും ഒരു മെയിൻ ക്രേറ്റ് കാണും, ഇവിടെയും അതുപോലെ ഒരു ക്രേറ്റ് ഉണ്ട്. ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്കൊരു റീകോൾ കിട്ടും കേട്ടോ. നമ്മുടെ പേരിന്റെ സൈഡിൽ ഒരു റീകോളിന്റെ ഇതുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അത് ഇവിടുന്ന് ചത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീണ്ടും ഫ്ലൈറ്റ് ടിക്കറ്റ് വിടും. വീണ്ടും ചത്തു കഴിഞ്ഞാൽ നമ്മൾ ടവറിൽ പോയി സാധാരണ റീകോൾ ചെയ്ത് നമുക്ക് റീകോൾ ചെയ്യണം. ഇനി ഇവിടുന്ന് റീകോൾ കാർഡ് കിട്ടുമോ ഇല്ലയോ എന്നായിരിക്കും പലരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ കിട്ടത്തില്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇവിടുത്തെ മെയിൻ ഒരു ലൊക്കേഷൻ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. ഇവിടെ മെയിൻ ഇവന്റിന്റെ സെന്ററിലായിട്ട് ഒരു ഡ്രാഗൺ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ഇവിടെ സെന്ററിലായിട്ട് അത് ആക്ടിവേറ്റ് ആവും. അതായത് നമ്മുടെ ഡ്രാഗൺ ഇവിടുന്ന് പറന്നു പോകും, അത് എഴുതി കാണിക്കുകയും ചെയ്യും. എന്നിട്ടത് പൊളിഞ്ഞു വീഴും. അപ്പം ആ ഡ്രാഗൺ ഇങ്ങനെ പറന്ന് അത് ഡ്രാഗനെ കൊല്ലേണ്ട സ്ഥലത്തേക്ക് പോകും, അല്ലെങ്കിൽ അതിന് ഇഷ്ടമുള്ള എങ്ങോട്ടെങ്കിലും അത് പോകും. ഓക്കെ. അപ്പം ഇവിടെ സെന്ററിലായിട്ട് നമ്മുടെ ക്രേറ്റ് ആക്ടിവേറ്റ് ആവും. സാധാരണ ഇവന്റിലുള്ള കണക്ക് തന്നെയാണ്. ഇവിടെയാണ് മെയിൻ ലൂട്ട് ഉള്ളത്. അതായത് ഇവിടെ ഈ ഒരു ലൂട്ടിന് വേണ്ടിയാണ് ഇവിടെ അടി നടക്കുന്നതെന്ന് സാരം. അപ്പം ഇത് വന്ന് ആക്ടിവേറ്റ് ആക്കി നമ്മൾ ഈ ഒരു പെട്ടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, റീകോൾ കാർഡ് കിട്ടുമെന്നാണ്. പക്ഷെ നമുക്ക് തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ റീകോൾ കാർഡ് മുതലാളി നൈസായിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുതിയ വെപ്പൺസ്, അല്ലറ ചില്ലറ സാധനങ്ങളും പിന്നെ 2 ഫസ്റ്റ് എയ്ഡ് കിറ്റുമാണ് കിട്ടുന്നത്. അതായത് സെൽഫ് ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ സെൽഫ് റിവൈവ് ആവാനുള്ളത്, അത് 2 കിട്ടും. അതാണ് ഇവിടെ ഉള്ള സംഭവം. അപ്പം ഇവന്റ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പോഴാണത് കമന്റ് ചെയ്യേണ്ടത് കേട്ടോ. റീകോൾ കാർഡ് ഇല്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇവന്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സൈബർ ടൂട്ടിലാണ് പോകുന്നത്. നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ സാധാരണ ലൂട്ടി നമുക്ക് ലൂട്ട് ചെയ്യാം. പിന്നെ ഇതേ കണക്കൊരു സംഭവം ഉണ്ട്, ഇത് നമുക്ക് തല്ലി പൊളിച്ച് അകത്ത് കയറാൻ പറ്റും. ചിലതൊക്കെ ചെറുതായിരിക്കും, ചിലതൊക്കെ ഇതുപോലെ വലുതായിരിക്കും. അപ്പം വീഴുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേറൊരു സീക്രട്ട് ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിയിലേക്ക് ഒരു ഗുഹ പോലൊരു സംഭവമുണ്ട്. ഇവിടെ ഇതുപോലെ ക്രൈറ്റും കാര്യങ്ങളൊക്കെ കാണും. ചിലത് പൊട്ടിക്കുമ്പോൾ ഇത്ര ഡീപ്പ് ആയിരിക്കത്തില്ല, അപ്പോൾ നിങ്ങൾ വേറെ അതൊക്കെ പൊട്ടിക്കും. അപ്പം ഇതുപോലെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഗുഹ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെയും ഒരു മെയിൻ ക്രേറ്റ് ഉണ്ട്. ഈ ക്രേറ്റ് തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഡ്രാഗൺ ഹോൺ കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി ആ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി അങ്ങോട്ട് പോകാൻ പറ്റും. പോർട്ടൽ ഇത് വെച്ച് മാത്രമല്ല, അല്ലാതെ ഈ ഒരു സംഭവം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോർട്ടൽ ഒപ്പിക്കാൻ പറ്റും. അതായത് ഈ ഒരു ഹോൺ തന്നെ വേണമെന്നില്ല, ഈ ഒരു കുഴൽ പോലത്തെ സംഭവം വേണമെന്നില്ല.
അല്ലാതെ നമുക്ക് ഡ്രാഗനെ വിളിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹോൺ ആക്ടിവേറ്റ് ചെയ്ത് അതും ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഡ്രാഗൺ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പെട്ടി തുറന്നപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രാഗൺ വന്നിട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഹോൺ അല്ലെങ്കിൽ ഈ ഒരു കുഴൽ പോലത്തെ സംഭവം ഇല്ലാതെ എങ്ങനെ ഡ്രാഗനെ വിളിക്കാം അല്ലെങ്കിൽ ഡ്രാഗൻ്റെ അടുത്തേക്ക് പോകാം എന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഹോൺ ഇല്ലാതെ ഡ്രാഗനെ വിളിക്കാനായിട്ട് നമ്മുടെ മാപ്പിന്റെ പല സ്ഥലങ്ങളായിട്ടും ഇതുപോലൊരു പോർട്ടൽ പൊളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഈ പോർട്ടൽ ഒരു നിശ്ചിത ടൈം ആകുമ്പോൾ ആക്ടിവേറ്റ് ആകും. അപ്പോൾ ഇതാണ് പോർട്ടൽ, പല ലൊക്കേഷനിലായിട്ടുണ്ട്. അത് മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് സൂം ചെയ്ത് നോക്കി ഈ പോർട്ടൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും. അപ്പം ഇതാണ് ആ പോർട്ടൽ. ഇത് എപ്പോൾ ആക്ടിവേറ്റ് ആകുമെന്ന് വെച്ചാൽ നമ്മൾ ഇവന്റിന്റെ അകത്ത്, മെയിൻ ഇവന്റിന്റെ അകത്ത് നമ്മൾ ആ ഡ്രാഗന്റെ ലൂട്ട് കിട്ടുമല്ലോ, ഡ്രാഗൺ പോയി കഴിയുമ്പോൾ ലൂട്ട് കിട്ടുമല്ലോ, അതേ സമയത്ത് ഇത് ഇവിടെ ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പൊ അത് ഡ്രാഗണിന്റെ സംഭവം എഴുതി കാണിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊളിഞ്ഞതൊക്കെ തനിയെ കയറി അങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് പോകാം. ആ ഒരു ഹോൺ കിട്ടിക്കഴിഞ്ഞാൽ കളക്ട് ചെയ്തിട്ട് അങ്ങനെയും പോകാം. അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും, 30 കോയിൻ കൊടുത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡ്രാഗൺ എടുത്തോട്ട് പോകുന്നത്. നമുക്ക് നേരെ ഈ ഒരു പോർട്ടലിൽ കയറിയിട്ട് പോയി കാണിച്ചു തരാം. പോർട്ടലിന്റെ സൈഡിൽ തന്നെ നമ്പർ ഓഫ് ടീം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ, മൊത്തം 3 ടീമിനാണ് ഒരേ സമയത്ത് ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി പോകാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടും ഒരു അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ പോർട്ടൽ ഓപ്പൺ ആക്കി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൺ ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്ത ആ സാധനം ഉപയോഗിച്ച് പോകുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാപ്പിൽ എവിടെയെങ്കിലും അത്യാവശ്യം നല്ലൊരു ലൊക്കേഷൻ നോക്കി നിന്നിട്ട് കവറൊക്കെ എടുത്തിട്ട് ഇതേപോലെ പോർട്ടൽ ആക്ടിവേറ്റ് ആക്കുക. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഇവന്റിലും ഇതേപോലെ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. സെയിം ഒരു സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ പോർട്ടൽ ഓപ്പൺ ആവും, നേരെ അതിലേക്ക് കയറുക. ഇപ്പോൾ ഓൾറെഡി ടീം 1 എന്ന് പറഞ്ഞ് അവിടെ കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ മറ്റേ ആളെ കയറ്റിയതാണ്. അത് ഞാൻ തന്നെ, ഇത് ഞാൻ തന്നെ. ഓക്കെ, അപ്പം സംഭവം വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ അത്യാവശ്യം ലൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോഴാണ് ഡ്രാഗനെ കൊല്ലാൻ സെൻറ്ററിലാണ് ഡ്രാഗനെ കാണിക്കുന്നുണ്ട്, റെഡ് കളർ സെൻറ്ററിൽ കാണിക്കും. പക്ഷെ നമ്മൾ വഴിതെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം താഴെ കൂടെ പോകാനും പറ്റും, മേളിൽ കൂടെ പോകാനും പറ്റും. താഴെ കൂടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ക്രേറ്റ് മാത്രമേ കാണത്തുള്ളൂ, ഡ്രാഗനെ കാണത്തില്ല. അപ്പോൾ ഇവിടെ വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ഞാൻ വഴി കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതായത് നമ്മൾ ഇതേപോലെ പൊട്ടിച്ച് കയറിയിട്ട് മാക്സിമം ഉയരത്തിലേക്ക് പോകുന്ന ലൊക്കേഷൻസ് ഉണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ മുകളിലേക്ക് കയറുന്ന രീതിയിലുള്ള വഴികളിലൂടെ പോവുക. ഇനി കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാപ്പ് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടും. നമ്മൾ പോകുന്ന വഴി ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാപ്പ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. കാരണം ഇതിൽ വഴി തെറ്റാനുള്ള ചാൻസ് ഒരുപാടാണ്. നിങ്ങൾക്ക് ആദ്യം ഒരു പുച്ഛം കാണും ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പം, പക്ഷേ വഴി തെറ്റാനുള്ള ചാൻസ് ഒരുപാടാണ്. അപ്പോൾ മാപ്പിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിക്കാണാം, യെല്ലോ കളറിലുള്ള ഒരു ഡോട്ട് പോലത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പൊ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് കണ്ടോ, മേളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പം വഴി തെറ്റാതെ കറക്റ്റായിട്ട് മേളിൽ പോവുക. ഏറ്റവും മുകളിലാവുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഇത് ഡ്രാഗനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള വേറൊരു സംഭവം കൂടെ കാണും. അത് പ്രത്യേകിച്ചൊന്നും കളക്ട് ഒന്നും ചെയ്യേണ്ട, അവിടെ ചെന്ന് ഓണാക്കി മതി. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ, മേളിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഇവിടെ ആയിട്ട് ആ പോർട്ടൽ വരും. ഇവിടുന്ന് ഒരു സംഭവം ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ദോ ഇരിക്കുന്നുണ്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ ആ ഒരു പോർട്ടൽ ആക്ടിവേറ്റ് ആവും. ഇതിന് ശേഷമാണ് നമ്മൾ ഡ്രാഗനെ കൊല്ലുന്നത്. ഇപ്പം ഡ്രാഗനെ കൊന്നാൽ കിട്ടുന്ന ലൂട്ട് എന്ന് വെച്ചാൽ വലിയ ലൂട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ മെയിൻ ഇവന്റിൽ നിന്ന് എടുത്തില്ലേ 3 സെൽഫ് റിവൈവ് ചെയ്യുന്ന സാധനം, 3 അല്ല 2 സെൽഫ് റിവൈവ് ചെയ്യുന്ന സാധനവും അല്ല ചിലർക്ക് എണ്ണും കാര്യങ്ങളും അത് തന്നെയാണ് ഇവിടെ നിന്നും കിട്ടുന്നത്. ഞാൻ ഡ്രാഗൻ എടുത്തോട്ട് പോവാണ്, പണ്ടാരം പെട്ടെന്ന് പോകാൻ വേണ്ടി ആക്ടിവേറ്റ് ആക്കിയതാണ്. അത് സംഭവം നമുക്കൊരു കുരുക്കായി. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ കുറേ ഐസ് ക്യൂബ് അടക്കൊരു സംഭവം ഇരിപ്പുണ്ട്, തല്ലി അങ്ങ് പൊളിക്കുക. ഈ ചുറ്റി വെച്ചങ്ങ് തല്ലി അങ്ങ് പൊളിക്കുക. കാരണം ഇതിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് വേണ്ട ബുള്ളറ്റ്, ഫസ്റ്റ് എയ്ഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ മാക്സിമം അതൊക്കെ പൊളിച്ച് മാറ്റുക. അതിനുശേഷം നമ്മൾ ഡ്രാഗൺ വരും, ഡ്രാഗനെ കൊല്ലാൻ തുടങ്ങുക. ഡ്രാഗനെ കൊല്ലുമ്പോൾ അതിന് പെട്ടെന്ന് ലൈഫ് പറയാൻ വേണ്ടിയുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഇതിന് കുറച്ച് ഗ്ലോയിങ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഞാൻ കാണിച്ചത്. ഡ്രാഗൺ ഇവിടെ ഇതാ വന്നു, പെട്ടെന്ന് വന്നായിരുന്നില്ലേ. പിന്നെ തിളങ്ങുന്ന കുറച്ച് സംഭവമുണ്ട്, തലയിലും ചിറകിലും ഒക്കെ കുറച്ച് തിളങ്ങുന്ന സംഭവമുണ്ട്. അതിൽ വെടിവെക്കുമ്പോൾ മാത്രമാണ് ആ റെഡ് കളർ ഡാമേജ് വരുന്നത്. അപ്പോൾ അവിടെ വെടിവെച്ചോണം കൊല്ലാൻ. നമ്മുടെ ഡ്രാക്കുളെ കൊന്നടക്കൊന്നുമല്ല, പുള്ളിക്കാരൻ വേറെ ലെവലാണ്. അപ്പം ഇതിനെ കൊല്ലുമ്പോൾ കിട്ടുന്ന ലൂട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചേക്കാം. കാരണം ഇതിൽ ഒറ്റയ്ക്ക് നിന്ന് കൊല്ലുന്ന കാര്യം ഭയങ്കര പാടാണ്. പിന്നെ ഒരു ട്രിക്കിന് വേണമെങ്കിൽ നമ്മുടെ ഈ കുന്തം പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് ഡാമേജ് കുറച്ച് കുറയ്ക്കുന്ന രീതിയിൽ കുറച്ച് മാറി നിൽക്കാൻ പറ്റും. അത് ടീം എല്ലാവരും കൂടെ വിചാരിച്ചാലേ കാണത്തുള്ളൂ. ഞാൻ ഇപ്പോൾ കാണിച്ചില്ല. ഇതേപോലെ നമ്മൾ ഈ സാധനം ഇങ്ങനെ യൂസ് ചെയ്യുക. ഇതേപോലെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഹൈറ്റുള്ള ഒരു ഭാഗത്തേക്ക് കയറുക. അപ്പോൾ അവിടെ അങ്ങ് കയറി നിൽക്കും, നമ്മൾ താഴെ നിൽക്കത്തില്ല. അതിനുശേഷം യൂസ് ചെയ്യാം. പിന്നെ അത് തുപ്പിയാലൊക്കെ ചാവും കണ്ട്, ഇപ്പോൾ അത് തുപ്പിക്കൊല്ലുമല്ലേ കേട്ടോ, കണ്ടോ. പിന്നെ സെൽഫ് റിവൈവ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ചെറിയ ചെറിയ രീതിയിലേ ഡാമേജ് എടുക്കത്തുള്ളൂ. താഴെ നിൽക്കുമ്പോഴാണ് ഇത് എന്നെ കൊല്ലാൻ വേണ്ടി വീണ്ടും നോക്കുന്നുണ്ട്, പക്ഷെ വർക്കാവുന്നില്ല. അപ്പം ഇങ്ങനെയാണ് ഡ്രാഗനുമായിട്ടുള്ള കുറച്ച് മൽപ്പിടുത്തങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ ആ ഒരു സെൽഫ് റിവൈവിൻ്റെ സാധനവും അല്ല ചില്ലറ ഡ്രോപ്പ് ലെവൽ ലൂട്ടും മാത്രമാണ്, അല്ലാതെ റീകോളൊന്നും ഇതിൽ നിന്ന് കിട്ടത്തില്ല. പിന്നെ ഇവിടെ വന്നിട്ടും ചത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവന്റ് ഇറങ്ങുന്ന നമുക്ക് ഇവിടുന്ന് ഒരു റീകോൾ ഉണ്ട്. അതായത് ഇവിടുന്ന് ചത്തു കഴിഞ്ഞാൽ നാളെ നേരെ ഫ്ലൈറ്റ് കയറി താഴെ വിടും, അല്ലാതെ പെട്ടിയാവത്തില്ല. ആ കാര്യം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് ഡ്രാഗന്റെ വിശേഷങ്ങൾ.
പിന്നെ ഇതല്ലാതെ വേറൊരു ലൊക്കേഷൻ ഉണ്ട്, അതാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൂട്ട് കിട്ടും. കുറച്ച് പസിൽ കംപ്ലീറ്റ് ചെയ്യണം. അതോ ഒരു എനിമി നിൽക്കുന്നു. എനിമി തന്നെ ആയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്തനുസരിച്ച് നമുക്ക് ലൂട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ലൊക്കേഷൻ നിങ്ങൾ കാണുവാണെങ്കിൽ ഇവിടെ നടുക്കൊരു ക്രിസ്റ്റൽ കാണും. ആ ക്രിസ്റ്റൽ അടിച്ച് പൊട്ടിക്കുക. അടിച്ചു പൊട്ടുമ്പോൾ നമ്മുടെ പരിപാടി ആക്ടിവേറ്റ് ആവും. വീണ്ടും കുറേ ക്രിസ്റ്റലുകൾ ചുറ്റും ഇങ്ങനെ വരും. അതെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് ഫുൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇവിടെ ചുറ്റും ഇങ്ങനെ ക്രിസ്റ്റൽ വരും. ഇതെല്ലാം പൊട്ടിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നടുക്കുന്ന ഒരു ലൂട്ട് കിട്ടും. അതിൻ്റെ അകത്ത് അത്യാവശ്യം അല്ലറ ചില്ലറ ഡീസൻ്റ് ആയിട്ടുള്ള വെപ്പൺസ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്രിസ്റ്റലിലൂടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മുടെ സാധനം അങ്ങോട്ട് ആക്ടിവേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ അകത്തും അല്ലറ ചില്ലറ ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവമുണ്ട്, ഒരു ഹെൽത്തിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറച്ച് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമ്മുടെ സ്മോക്കിൻ്റെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ലൈഫിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്ത് കാണിച്ചിട്ട് അതിൻ്റെ പേരെന്ന് പറയുന്നത് ഡ്രാഗൺ ലൈഫ് ഫോഴ്സ് എലിസ്റ്റർ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെൽത്തും അതിനോടൊപ്പം എനർജിയും ഫുള്ളാവും. നല്ലൊരു സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഐ തിങ്ക് സോ. ഷോപ്പിൽ നിന്ന് വേറൊരു ഹെൽത്തിൻ്റെ ഐറ്റമും വാങ്ങാൻ കിട്ടും, ഒരു ഫുഡ് ഐറ്റംസും വാങ്ങാൻ കിട്ടും. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം എത്തിയിട്ടുണ്ട്. മൊത്തം 3 വെഹിക്കിളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആനയും പുലിയും അല്ലേ ഉള്ളൂ, അതായത് മാമത്തും സൈബർ ടൂത്തും അല്ലേ ഉള്ളൂ? അല്ല, ഒരു സീക്രട്ട് വെഹിക്കിളും കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇവന്റിൽ ഇതുപോലെ സ്നോ കൂട്ടിയിട്ടുണ്ട്. അവിടെ ചെന്ന് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്നോ ബോൾ വെഹിക്കിളായിട്ട് മാറും. സ്പീഡ് ബൂസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ജമ്പ് ഓപ്ഷനും ഉണ്ട്. പിന്നെ ഈ ഒരു വെഹിക്കിളിന് പ്രത്യേകത എന്ന് വെച്ചാൽ എനിമി നമ്മളെ അടിക്കുമ്പോൾ നമുക്ക് ഡാമേജ് ആകത്തില്ല, വെഹിക്കിളിന് മാത്രമേ ഡാമേജ് ആകത്തുള്ളൂ. അതായത് ഈ സ്നോ ബോളിന് മാത്രമേ ഡാമേജ് ആകത്തുള്ളൂ. അപ്പം നമ്മൾ ട്രാൻസ്ഫോം അടിച്ചിട്ടൊന്ന് മാറി കാണിച്ചു തരാം. ജസ്റ്റ് വീണ്ടും പെട്ടെന്ന് ഒരു സപ്രസ് അറ്റാക്ക് പോലൊക്കെ എനിമിക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ മാമത്ത്, നമ്മുടെ ആനക്കുട്ടൻ, പുള്ളിയെ നോക്കാം. പുള്ളിക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നോർമലി വേറെ ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. നമുക്ക് കസ്റ്റമൈസ് ബട്ടണിൽ പോയി നോക്കാം അവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോയെന്ന്. ഓക്കെ, ഒന്നും കാണുന്നില്ല. എന്തോ മേ ബി ഗ്ലിച്ച് വല്ലതും ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ആന. മാക്സിമം എത്ര സ്പീഡ് പോകും നമുക്ക് നോക്കാം. ഓക്കെ, ആനയുടെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്കൊരു 70, 80, 90, 85 മാക്സിമം ആനയുടെ സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ഡാൻസ് കളിക്കാനൊക്കെ ഓപ്ഷനൊക്കെ മുതലാളി കൊടുത്തിട്ടുണ്ട്. ആനയ്ക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പോകുന്നത്. പിന്നെ ആന അത്യാവശ്യം ചെറിയ ചെറിയ ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ ജമ്പ് ചെയ്യും. അതിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ ജമ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ആനക്കുട്ടൻ, അതായത് നമ്മുടെ മാമത്ത് കുട്ടൻ വെള്ളത്തിലും പോകും. നമ്മൾ വെള്ളത്തിലേക്ക് ചാടിച്ചിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, മുങ്ങിപ്പോയില്ല, ഭാഗ്യം, പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ തുമ്പിക്കൈയൊക്കെ പൊക്കി വെച്ചിട്ടാണ് പുള്ളിക്കാരൻ നീന്തുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ആനയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. പിന്നെ വേറൊരു സംഭവം കൂടെ ആനയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ട്രിക്ക് ഉണ്ട്. ഇത് വെച്ച് അറ്റാക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല കാശ്. ഞാൻ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നീട് ഷോർട്സിൽ വല്ലതും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ആനയെ കരക്ക് കയറ്റാം ആദ്യം വെള്ളത്തിൽ നിന്ന്. എന്നിട്ട് ഇതിന്റെ വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ ഓപ്പൺ ഏരിയയിൽ നിന്നൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ ആനയെ വെച്ചിട്ട് ഒരു ട്രിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ആന ഓപ്പൺ ഏരിയ നിൽക്കുകയാണ്. അപ്പം നമുക്ക് കവർ എടുക്കണമെന്നുണ്ടെങ്കിൽ ആനയുടെ കാലയെ വെടിവെച്ചാൽ മതി. കാലയെ വെടിവെക്കുമ്പോഴത്തേക്ക് ഒരു ഷീൽഡ് ബ്രേക്ക് ആവുന്ന ഒരു സംഭവം കാണും. ഞാനിങ്ങനെ കാണിക്കാം, ഷീൽഡ് ബ്രേക്ക് ആയി. അപ്പോഴത്തേക്ക് ആന അങ്ങ് ഇരിക്കും. കുറച്ച് നേരം നമ്മുടെ ആ മാമത്ത് കൂട്ടൻ ഇരിക്കും. അപ്പൊ നമുക്ക് കവർ എടുത്തിട്ട് ഫൈറ്റ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെയും പുള്ളി പൊങ്ങും, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇത് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആന വടിയാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ വീണ്ടും ഇതേപോലെ കാല് വെടിവെച്ച് പൊട്ടിക്കുമ്പോഴത്തേക്കും ആ ഒരു ബ്രേക്ക് ആവുന്ന ശബ്ദം കേൾക്കും. എന്നിട്ട് വീണ്ടും നമ്മുടെ ആനക്കുട്ടൻ, അതായത് മാമത്ത് കുട്ടൻ അങ്ങിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി വടിയാവും, അത് വേറെ കാര്യം. ഇച്ചിരി ഗ്യാപ്പൊക്കെ കൊടുത്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാണ് ആനയെ കൊണ്ടുള്ള പരിപാടീസ് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ മാമത്തൂട്ടനെ കൊണ്ടുള്ള പരിപാടി. നമ്മുടെ സൈബർ ടൂത്ത്, നമ്മുടെ പുലിക്കൂട്ടനെ കുറിച്ചിട്ടുള്ള പരിപാടീസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പുലിക്കൂട്ടൻ അഥവാ സൈബർ ടൂത്തിന്റെ പവർ കാര്യങ്ങൾ അതൊക്കെ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹോഴ്സിനെ പോലെയൊക്കെ ജമ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് പുലിയെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ഉപയോഗിക്കുമ്പോൾ ഡ്രിഫ്റ്റിന്റെ ബട്ടൺ എനേബിൾ ആവും. അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാലൊക്കെ മാന്തി പറിച്ചു ഓടുന്ന രീതിയിലൊരു സംഭവം. നല്ല രസമുണ്ട്, ഫണ്ണാണ്. നമ്മൾ പുലിയൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഇതിനും വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റും, വെള്ളത്തിൽ പേടിയൊന്നുമില്ല, പുള്ളിക്കാരൻ സ്ട്രോങ് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ബൈ ദ ബൈ ഇതാണ് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ള മാറ്റങ്ങൾ, പുതിയ അപ്ഡേറ്റ് ഒക്കെ പരിപാടീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.